ലോകത്തിലേക്കും വെച്ചൊരു അത്ഭുതം അത് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നു, കൊച്ചു കേരളത്തിലുണ്ടായിരിക്കുന്നു. അതിൻ്റെ അഭിമാനവും സന്തോഷവും ഒക്കെ തന്നെയാണ് ഏവരും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും അധികം അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ രോഗം പിടിപെട്ടാൽ ഉറപ്പായും മരണം സുനിശ്ചിതം. ലോകത്ത് തന്നെ 10-ൽ താഴെ ആളുകളാണ് ഇതുവരെ രക്ഷപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ആ ചരിത്രം തിരുത്തി വെറും ഒരു 14 വയസ്സുകാരൻ ഈ രോഗത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ പ്രതീക്ഷയായി തല ഉയർത്തി നിൽക്കുകയാണ്. ഈ അസുഖത്തിൻ്റെ പേര് ഈയടുത്തായി നിരന്തരം നാം ഏവരും കേൾക്കുന്നതാണ്, ഏവരെയും ഭയപ്പെടുത്തുന്നതാണ്. മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്, അഥവാ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. ഇത് ബാധിച്ച് ചികിത്സയിലായിരുന്ന 14 വയസ്സുകാരൻ്റെ വാർത്ത കഴിഞ്ഞ ദിവസമായിരുന്നു മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ നമ്മളേവരും കേട്ടത്. ഈ 14 വയസ്സുകാരൻ ഈ അമീബിക് അസുഖത്തെ മറികടന്നുകൊണ്ട്, പൊരുതി തോൽപ്പിച്ചുകൊണ്ട് രോഗമുക്തി നേടിയിരിക്കുകയാണ്. കോഴിക്കോട് മേലടി സ്വദേശിയായ കുട്ടിയാണ് രോഗം ഭേദമായി തിരികെ ജീവിതത്തിലേക്ക്, തൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് പാഞ്ഞെടുക്കുന്നത്. രാജ്യത്ത് തന്നെ അപൂർവമായ ഒരു സംഭവമായി തന്നെയാണ് ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ഒരാൾ രോഗമുക്തി നേടിയെന്ന് പറയുന്നത് തന്നെ അത്ഭുതകരമായ ഒരു വാർത്തയാണ്. ലോകത്ത് തന്നെ ഇത്തരത്തിൽ രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് ആകെ 11 പേർ മാത്രമാണ്. അതിലേക്ക് തന്നെയാണ് ഈ കൊച്ചു കുട്ടിയും, മലയാളി കൂടി കടക്കുന്നത്. 97% ഇതിൻ്റെ മരണനിരക്ക്. അങ്ങനെയുള്ള ഒരു രോഗത്തിൽ നിന്നാണ് ജീവിതത്തിലേക്ക് തിരികെ വരാൻ ഈ പിഞ്ചുബാലന് സാധിച്ചിരിക്കുന്നത്. കെട്ടിക്കിടക്കുന്നതോ ഒഴുകിക്കിടക്കുന്നതോ ആയിട്ടുള്ള മലിനജലത്തിലും മറ്റുമൊക്കെയായി, അല്ലെങ്കിൽ ജലസ്രോതസ്സുകളിലും മറ്റുമൊക്കെയായി കാണപ്പെടുന്ന ഒരുതരം അമീബിക് ജ്വരമാണ് ഇത്. ആൾക്കാരിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന രോഗമായി കൂടി ഇതിനെ വിലയിരുത്താറുണ്ട്. ഇങ്ങനെയുള്ള വെള്ളവുമായി സമ്പർക്കത്തിലേർപ്പെടുന്നവരിൽ 26 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമേ ഈ രോഗം വരൂ എന്നാണ് കണക്കുകൾ പോലും സൂചിപ്പിക്കുന്നത്. അത്ര അപൂർവമായിട്ടുള്ള രോഗം തന്നെയാണിത്. ചികിത്സയും കൃത്യമായ പരിപാലനവും നടത്തിയതുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കാനായി സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഏകോപനത്തിനും ചികിത്സയ്ക്കും മേൽനോട്ടം നൽകിയ മുഴുവൻ ടീമിനെയും അഭിനന്ദിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും രംഗത്തെത്തിയിട്ടുണ്ട്. 3 ആഴ്ചകൾ നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിലാണ്, ചികിത്സയ്ക്കൊടുവിലാണ് കുട്ടിയെ രക്ഷിക്കാനും രോഗമുക്തി നേടാനുമായി കഴിഞ്ഞത്. നേരത്തെ രോഗം കണ്ടെത്താൻ കഴിഞ്ഞതും കൃത്യമായ ചികിത്സ കുട്ടിക്ക് സമയാസമയം നൽകാൻ കഴിഞ്ഞതുമൊക്കെ തന്നെയാണ് വിജയമായിരിക്കുന്നത്, കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സാധാരണയായി നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ രോഗമുണ്ടാകുന്നത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക യോഗം ചേർന്ന് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മേലടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ കുട്ടിയുടെ രോഗലക്ഷണങ്ങൾ കൃത്യമായി കണ്ടെത്തി അത് മസ്തിഷ്ക ജ്വരമായിരിക്കാമെന്നുള്ള സംശയം പങ്കുവച്ചത്. അപകട സാധ്യതകളൊക്കെ തന്നെ വീട്ടുകാരെ ബോധിപ്പിച്ചു. അന്നേ ദിവസം തന്നെ കുട്ടിക്ക് അപസ്മാരമുണ്ടാവുകയും ചെയ്തു. ഇതാണ് ഇതിനെ സംശയം വർദ്ധിപ്പിച്ചത്. കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഉടനടി തന്നെ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തു. കുട്ടിക്ക് വേണ്ടി ആരോഗ്യവകുപ്പ് മിലറ്റോഫോസിൻ എന്ന മരുന്ന് പ്രത്യേകമായി ജർമ്മനിയിൽ നിന്നും എത്തിച്ച് നൽകുകയും ചെയ്തു. 3 ആഴ്ച നീണ്ട ചികിത്സ, അതിനൊടുവിലാണ് രോഗമുക്തി സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ രോഗം കണ്ടെത്തിയതും ഏതൊക്കെ തരത്തിലുള്ള ചികിത്സ നൽകാൻ കഴിയുമോ അതൊക്കെ തന്നെ നൽകിയതുമാണ് കുട്ടിയെ രക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.